ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശബരിമല ക്ഷേത്രത്തിലും സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററിലും ക്ഷീരവികസന യൂണിറ്റിലും പട്ടികജാതി വികസന വകുപ്പിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായി വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. എഴുത്തും വായനയും അറിയുന്നവർക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ശബരിമലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കൊല്ലവർഷം 1199 2023-24 മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 18-നും 60-നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ്, വയസ്സ്, മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, മൊബൈൽ ഫോൺ നമ്പർ, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പൂർണ്ണമായ മേൽവിലാസം എന്നിവ സഹിതം ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഗ്രൂപ്പ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ www.travancoredevaswomboard.org എന്ന വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ വെള്ള പേപ്പറിൽ 10 രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ അപേക്ഷകൾ 9/10/2023 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ചീഫ് എഞ്ചിനീയർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നന്ദൻകോട്, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ ശരി പകർപ്പും ഹാജരാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ക്ഷീരവികസന യൂണിറ്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിലെ വനിതാ ക്യാറ്റിൽ കെയർ തസ്തികയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. നെടുങ്കണ്ടം ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ നിന്നും നിബന്ധനകൾ പ്രകാരം ജോലി ചെയ്യാൻ താല്പര്യമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 8000 രൂപ ഇൻസെൻറ്റീവ് ലഭിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കി നെടുങ്കണ്ടം യൂണിറ്റ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകർ 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും കുറഞ്ഞത് 10ാം ക്ലാസ് വിജയിച്ചവരുമായിരിക്കണം. ക്ഷീര സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. വിമൺ ക്യാറ്റിൽ കെയർ വർക്കറായി മുൻപ് സേവനം അനുഷ്ഠിച്ചവർക്ക് ആ സേവന കാലയളവ് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കും. അപേക്ഷകർ SSLC ബുക്കിൻ്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷകർക്കുള്ള ഇൻ്റർവ്യൂ തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ 3ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ വെച്ച് ഒക്ടോബർ 11-ന് പകൽ 11 മണിക്ക് നടത്തുന്നതാണ്. ഇൻ്റർവ്യൂ സംബന്ധിച്ച് പ്രത്യേക അറിയിപ്പ് നൽകുന്നതല്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ പരിശീലനം ഉണ്ടായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 7 ശനിയാഴ്ച വൈകിട്ട് 5 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ക്ഷീരവികസന ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററിലേക്ക് വനിതകളായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും IT സ്റ്റാഫ്, മൾട്ടിപർപ്പസ് ഹെൽപ്പർ തസ്തികകളിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. IT സ്റ്റാഫ് തസ്തികയിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഡിപ്ലോമ, ബിരുദം, ഡാറ്റ മാനേജ്മെൻറ്റ്, ഡെസ്ക്ടോപ്പ് പ്രോസസ്സിംഗ്, വെബ് ഡിസൈനിങ്, വീഡിയോ കോൺഫറൻസ് എന്നീ മേഖലകളിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള 3 വർഷത്തെ സേവന പരിചയം ഉണ്ടായിരിക്കണം. 25,000 രൂപ ഹോണറേറിയം ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എഴുത്തും വായനയും അറിയുന്നവരും ഹോസ്റ്റൽ, അംഗീകൃത സ്ഥാപനങ്ങൾ എന്നിവയിൽ ക്ലീനിംഗ് സ്റ്റാഫ്, ആശുപത്രി അറ്റൻഡർ എന്നീ തസ്തികയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മൾട്ടിപർപ്പസ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 12,000 രൂപ പ്രതിമാസം ഹോണറേറിയം ലഭിക്കും. 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ ആയ ഫീമെയിൽ ഗൈഡ് തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഒക്ടോബർ 9-ന് രാവിലെ 10 മണി മുതൽ അഭിമുഖം നടത്തുന്നതാണ്. ആയ തസ്തികയിൽ അപേക്ഷിക്കുന്നതിന് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ മുൻപരിചയമുള്ളവരും ഹോസ്റ്റലിൽ താമസിച്ച് സേവനം അനുഷ്ഠിക്കാൻ സന്നദ്ധരുമായിരിക്കണം. ഫീമെയിൽ ഗൈഡ് തസ്തികയിൽ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഹോസ്റ്റലിൽ താമസിച്ച് സേവനം അനുഷ്ഠിക്കാൻ സന്നദ്ധരായിരിക്കണം.
ബന്ധപ്പെട്ട മേഖലയിൽ മുൻപരിചയവും ഉണ്ടായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 10 മണിക്ക് നിങ്ങളുടെ ബയോഡേറ്റയും യോഗ്യതയും മുൻപരിചയവും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. അടുത്തത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 23 ഗവൺമെൻറ് ITIകളിൽ 2023-24 അധ്യയന വർഷം എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന വിഷയം പഠിപ്പിക്കുന്നതിന് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ ആവശ്യമുണ്ട്. യോഗ്യത MBA അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിപ്ലോമയും കൂടാതെ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും DGT സ്ഥാപനങ്ങളിൽ നിന്ന് എംപ്ലോയബിലിറ്റി സ്കിൽസ് ഹ്രസ്വകാല TOT കോഴ്സും വേണം. +2 അല്ലെങ്കിൽ ഡിപ്ലോമ തലത്തിലും മുകളിലും ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്കിൽഡ് ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ നിർബന്ധമായും പഠിച്ചിരിക്കണം. മണിക്കൂറിന് 240 രൂപ നിരക്കിൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം ഒക്ടോബർ 6 രാവിലെ 10 മണിക്ക് കോഴിക്കോട് എലത്തൂർ ഗവൺമെൻറ് ITIയിൽ ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാവുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.